ഹലോ ലാണ് ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ UGC നെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ സെഷൻ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ എക്കണോമിക്സിന് നെറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ തന്നെയാണ്. കാരണം നമ്മൾ പഠിക്കുന്ന തിയറീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ, അതുപോലെ ടൈം മാനേജ് ചെയ്തിട്ട് ആൻസർ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടോ, ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൂടെ തന്നെ നിങ്ങളും ക്വസ്റ്റ്യൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മനസ്സിരുത്തി വായിച്ച് ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ആൻസറിലോട്ട് സ്വന്തം എത്താനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഒന്ന് പൗസ് ചെയ്തിട്ട് അതിനുശേഷം കറക്റ്റ് ആൻസർ പറയുന്നത് കേൾക്കാം. ഈ രീതിയിൽ മുന്നോട്ട് പോവാം. ജസ്റ്റ് ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. ഇപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ അതിന്റെ ഓരോരോ ഈ കഴിഞ്ഞ എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ അനാലിസിസും ഒക്കെ നമ്മുടെ ആപ്പിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ജസ്റ്റ് എങ്ങനെയാണ് ഒരു ഡിസ്കഷൻ സെഷൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following are the basic assumptions of cardinal utility analysis? Options are the sub-question ആയിട്ട് sub-points തന്നിട്ടുണ്ട്. Utility is a measurable and quantifiable entity. Then second statement is marginal utility of money changes with the change in real income. Third one, utility is derived from various goods and goods are interdependent. And last one, the use of introspective methods in judging the behavior of marginal utility. Options നോക്കാം. Option A, 1 and 2 are correct. Option B, statement 1 and 3 are correct. Option C, statement 1 and 4 are correct. And option D is 1, 3 and 4th statement are correct. യൂട്ടിലിറ്റി അനാലിസിസിൽ കാർഡിനൽ യൂട്ടിലിറ്റിയും നമ്മൾ പഠിക്കുന്നുണ്ട്, അതേപോലെ ഓർഡിനൽ യൂട്ടിലിറ്റിയും പഠിക്കുന്നുണ്ട്. മൈക്രോ എക്കണോമിക്സിലെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഓക്കെ, ഞാൻ ആൻസർ പറയാം. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഉണ്ട്, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഉണ്ട്. അതിൽ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് യൂട്ടിലിറ്റി നമ്പർ ടേംസിൽ അല്ലെങ്കിൽ കാർഡിനൽ നമ്പർ ടേംസിൽ മെഷർ ചെയ്യാനായിട്ട് അളക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ അണ്ടറിൽ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി അനാലിസിസ്, അതേപോലെ മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഓരോരോ സ്റ്റേറ്റ്മെന്റും എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. PGയിലും ഡിഗ്രിയിലും ഒക്കെ പഠിക്കുന്ന തന്നെയാണ് അല്ലെ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഇതൊക്കെ. ഇനി ഓർഡിനൽ യൂട്ടിലിറ്റിയിലോട്ട് വരികയാണെങ്കിൽ അവിടെ പറയുന്നത് യൂട്ടിലിറ്റി നമുക്ക് കാർഡിനൽ നമ്പർ ടേംസിൽ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്യുന്നത് 200 ക്വാണ്ടിറ്റി യൂട്ടിലിറ്റി കിട്ടി അല്ലെങ്കിൽ ഒരു 300 ക്വാണ്ടിറ്റി യൂട്ടിലിറ്റി കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് ഓരോരോ ഗുഡ്സിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റിയെ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റാങ്ക് ചെയ്യാനായിട്ട് മാത്രമേ, അതായത് നമ്മുടെ പ്രിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ചെയ്യാനോ റാങ്ക് ചെയ്യാനോ മാത്രമേ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ അണ്ടറിൽ നമുക്ക് സാധിക്കുന്നുള്ളൂ. അപ്പൊ അതാണ് കാർഡിനലും ഓർഡിനലും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ അണ്ടറിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അപ്രോച്ച് എന്തായിരുന്നു? യൂട്ടിലിറ്റി ഓർഡർ ചെയ്യുന്നത്
ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ് അല്ലെ. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ് ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ ഒരു ബേസിക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പഠിക്കുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് കുറച്ച് അസംഷൻസ് പഠിക്കുന്നുണ്ട് അല്ലെ. ഇൻഡിവിജ്വൽ റാഷണൽ ആണ്, അങ്ങനെയൊക്കെ തരത്തിലുള്ള യൂട്ടിലിറ്റീസ് മെഷറബിൾ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്, യൂട്ടിലിറ്റീസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന അതിന്റെ അസംഷൻസ് ആണ്. അപ്പൊ അതിന് കുറച്ച് വൺ ഓഫ് ദി അല്ലെങ്കിൽ കുറച്ച് അസംഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ യൂട്ടിലിറ്റി is measurable and quantifiable entity. This is the most important assumption of cardinal utility analysis. Total utility അതേപോലെ മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് പഠിക്കുന്ന അസംഷൻസിലെ ഒരു പ്രധാന അസംഷൻ ആണ് ഇത്. പിന്നെ സെക്കൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ റിയൽ ഇൻകം. അപ്പൊ ഇതിന്റെ മുന്നോടിയായിട്ട് ഈ ഒരു അസംഷൻ അല്ലെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് യൂട്ടിലിറ്റീസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി, അല്ലെങ്കിൽ മണി ഇൻകത്തിന്റെ മണിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യുന്നത്. അപ്പം ഈ യൂട്ടിലിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ടേം ആണ് ഈ മണി എന്ന് പറയുന്നത്. ഈ മണീന്റെ യൂട്ടിലിറ്റി ഇടക്കിടക്ക് മാറുവാണെങ്കിലോ നമുക്ക് ആ മണീന്റെ ബേസിൽ ബാക്കി ഗുഡ്സിന്റെ യൂട്ടിലിറ്റി പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അസ്യൂം ചെയ്യുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അപ്പൊ ഈ അസംഷൻ തെറ്റാണ്. ഇനി തേർഡ് വൺ, യൂട്ടിലിറ്റീസ് ഡിറൈവ്ഡ് ഫ്രം വേരിയസ് ഗുഡ്സ് ആർ ഇന്റർഡിപെൻഡന്റ്. അല്ല, അവിടെ യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റി കാണാനായിട്ട് നമ്മൾ ഓരോ ഗുഡ്സും കൺസ്യൂം ചെയ്യുമ്പം അതിലൂടെ കിട്ടുന്ന യൂട്ടിലിറ്റികളെ ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ യൂട്ടിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ഗുഡിന്റെ യൂട്ടിലിറ്റി മറ്റേ ഗുഡിന്റെ യൂട്ടിലിറ്റിയുമായിട്ട് ഇന്റർഡിപെൻഡന്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. യൂട്ടിലിറ്റി ഇന്റർഡിപെൻഡന്റ് അല്ല, മറിച്ച് എന്താണ്, അത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ യൂസ് ഓഫ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് ഇൻ ജഡ്ജിങ് ദ ബിഹേവിയർ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി. ഇപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസിന് അണ്ടർ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് ആണ് എന്നുള്ളത്. ഇൻട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആത്മ പരിശോധനാർഹമായിട്ടുള്ള ഒരു ബിഹേവിയർ. അപ്പൊ അതും നമ്മുടെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ ഒരു അസംഷൻ ആണ്. അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 4 ആർ കറക്റ്റ്. A producer is said to be operating with a excess capacity. എപ്പോഴൊക്കെയാണെന്നുള്ളതാണ് കണ്ടീഷൻ ആണ് നമ്മൾ പറയേണ്ടത്. എപ്പോഴാണ് എക്സസ് കപ്പാസിറ്റി ഉണ്ടാവുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, when he produces an output greater than that given by the minimum average total cost. Option B, when he produces an output greater than that given by the maximum average total cost. Option C, when he produces an output equal to that given by the minimum average total cost. And last one, when he produces an output smaller than that given by the minimum average total cost. Excess capacity. Excess capacity എന്ന് പറയുന്നത് നമ്മള് ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചർ പഠിക്കുമ്പോൾ അതിന്റെ ഇക്വിലിബ്രിയം ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ടേം ആണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അവിടെ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ പഠിക്കുമ്പോഴാണ് എക്സസ് കപ്പാസിറ്റിയുടെ ഗ്രാഫ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് നോക്കാം. റൈറ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ബി. എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് when he produces an output smaller than that given by the minimum average total cost എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത് ഈ ജസ്റ്റ് ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ ഒരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഗ്രാഫ് ആണ് അല്ലെ. കാരണം എന്താ, AR എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്,
അതേപോലെ MR എന്ന് പറയുന്നത് ARന്റെ ബിലോ ആയിട്ടാണ് ഉള്ളത്, സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഗ്രാഫാണ് മനസ്സിലായി. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണെങ്കിൽ എങ്ങനെയായിരുന്നു ARഉം MRഉം ഉണ്ടായിരുന്നത്? ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് അവിടെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ AR ഉണ്ടാവുക, ആൻഡ് ഓൾസോ AR ഈക്വൽ ടു MR ആയിരിക്കും. ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ക്രൈറ്റീരിയ. ഇനി ഇവിടെ ഇംപെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റില് ആവറേജ് റവന്യൂ കർവും മാർജിനൽ റവന്യൂ കർവും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു MC കർവും ഉണ്ട്. അപ്പം ഈ MC ഈക്വൽ ടു MR ആവുന്ന ഈ ഒരു പോയിന്റ് നോക്കാം. ലോങ് റണ്ണിലെ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷൻ. അതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെ. MC ഈക്വൽ ടു MR ആൻഡ് MC കട്ട് MR ഫ്രം ബിലോ. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ്. നമുക്ക് പ്രൈസ് കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്നും മുകളിലോട്ട് Fലോട്ട് ഇവിടത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ARലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് പ്രൈസ് കിട്ടുക. പ്രൈസ് കിട്ടി എത്രയാണ്? OP അളവിലാണ് പ്രൈസ് ഉള്ളത്. ആൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് OM ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. OM ക്വാണ്ടിറ്റി അറ്റ് പ്രൈസ് OP. കോസ്റ്റ് ആണെങ്കിൽ ആ സമയത്ത് ആവറേജ് കോസ്റ്റ് ഉള്ളത് പോയിന്റ് Fലാണ് കോസ്റ്റ് ഉള്ളത്. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ആവറേജ് കോസ്റ്റിന്റെ, ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ ഒരു ഫോളോയിങ് പോർഷനിലാണ് ഈ F എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത് അല്ലെ. അതിനർത്ഥം ആവറേജ് കോസ്റ്റ് കുറഞ്ഞ് 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 വരികയാണ് വീണ്ടും Fന് ശേഷവും. എന്നിട്ട് മിനിമം ആവുന്നത് പോയിന്റ് Sലാണ് മിനിമം ആവുന്നത്. അതിനുശേഷമാണ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, LAC ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പൊ ഒരു ഉൽപാദകനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് മിനിമം ആക്കിക്കൊണ്ട് പ്രൊഡക്ഷൻ നടത്താനല്ലേ അവർ ശ്രമിക്കുക ആണ് അല്ലെ. എന്ന് പറഞ്ഞാല് ആവറേജ് കോസ്റ്റ് മിനിമം ആകുന്നത് വരെ എന്ത് ചെയ്യാം? ഒരു റാഷണൽ പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് മാക്സിമൈസിങ് പ്രൊഡ്യൂസർക്ക് ഉൽപാദനം നടത്താനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. കാരണം ചെലവ് വീണ്ടും ഇവിടെ വെച്ച് പ്രൊഡക്ഷൻ നിർത്തി, M ഔട്ട്പുട്ടിൽ വെച്ച് പ്രൊഡക്ഷൻ നിർത്തി. പക്ഷെ അതിനുശേഷം Mന് ശേഷവും ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസർക്ക് ചെറിയ കോസ്റ്റ് മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ അല്ലെ. ആവറേജ് കോസ്റ്റ് അപ്പോഴും കുറഞ്ഞു കുറഞ്ഞു വരിക. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ വെച്ച് പ്രൊഡക്ഷൻ നിർത്തുക ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ച്. അപ്പൊ ഇത്രയും വരെ അയാൾക്ക് ഉൽപ്പാദിപ്പിക്കാമായിരുന്നു, പക്ഷെ ഇവിടെ വെച്ച് പ്രൊഡക്ഷൻ നിർത്തി എന്ന് പറഞ്ഞാല് ഈ ഒരു പോയിന്റ് എന്താണ്? ആ പ്രൊഡ്യൂസറുടെ ഒരു എക്സസ് കപ്പാസിറ്റി ആണ്. ഇത്രയും കപ്പാസിറ്റി ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചില്ല. അപ്പൊ ആ ഉപയോഗിക്കാതെ നിർത്തിയ ഈ ഒരു പോയിന്റിന്, ഈ ഒരു ഡിഫറൻസിനെയാണ് എക്സസ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ ഒരു ഫോളോയിങ് പോർഷനിൽ വെച്ചിട്ടാണ് ഇക്വിലിബ്രിയം ഇംപെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ആ ഫോളോയിങ് പോർഷനിൽ നിന്നും ആവറേജ് കോസ്റ്റ് മിനിമം ആകുന്നത് വരെയുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് എന്ത് പറയാ? എക്സസ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. എ പ്രൊഡ്യൂസർ ഈസ് said to be operating with the excess capacity when he produces an output smaller than that given by the AC. അല്ലെ, AC-യേക്കാൾ കുറഞ്ഞ ഒരു ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാഹചര്യം. LAC മിനിമം ആവുന്നതിനേക്കാൾ കുറഞ്ഞ ഔട്ട്പുട്ട് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? എക്സസ് കപ്പാസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വൈരുദ്ധ്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. When he produces an output greater than that given by the minimum average total cost. AC മിനിമം ആവുന്നതിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണെന്ന് പറയുന്നത്. AC ഇവിടെ മിനിമം ആയി കഴിഞ്ഞു, അതിനേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോഴല്ല, അതിനേക്കാൾ കുറവ് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് എന്താവുന്നത്? എക്സസ് കപ്പാസിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റും വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം കൊടുത്തിട്ടുണ്ട്.
ലിസ്റ്റ് 1 അഗെയിൻ മൈക്രോ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് ആണ് കൊടുത്തിരിക്കുന്നത്. വെൽഫെയർ എക്കണോമിക്സിലെ തിയറീസ് ആണ് അല്ലെ. ഡബിൾ കാൾഡർ ഹിക്സ് ടെസ്റ്റ് ഉണ്ട്, കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, ദെൻ ഇംപോസിബിലിറ്റി തിയറം. ലിസ്റ്റ് 2 ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അല്ലെങ്കിൽ ഈ തിയറീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള എക്കണോമിസ്റ്റുകളുടെ പേരാണ്. എ ബെർഗ്സൺ, ദെൻ കെന്നത്ത് ജെ എയറോ, ടി സ്കിറ്റോവസ്കി, കാൾഡർ ഹിക്സ്. ഇതില് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങള് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇത്തരത്തില് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പം മേ ബി ഈ 4 എണ്ണത്തിന്റെയും ആൻസർ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ? ഏറ്റവും നന്നായിട്ട് നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു കാര്യം മാച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇമ്പോസിബിലിറ്റി തിയറം. നമുക്ക് ഇപ്പം ഈ വായിച്ചതിൽ 4 എണ്ണം നമുക്ക് 3 എണ്ണത്തില് ഏറ്റവും നന്നായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഇമ്പോസിബിലിറ്റി തിയറം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കെന്നത്ത് എയറോ ആണ് എന്നുള്ളത് നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. എയറോസ് ഇമ്പോസിബിലിറ്റി തിയറം. അപ്പൊ നമ്മൾ നോക്കുക, ഡി എന്ന് പറയുന്നത് രണ്ടുമായിട്ട് ലിസ്റ്റ് 2 രണ്ടുമായിട്ട് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് ഏതാ നോക്കാം. ഇവിടെയും D 2 ആണ്, ഇവിടെയും D 2 ആണ്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ D 1 ആണ്. ഓപ്ഷൻ ഡി നോക്കിയാൽ D 1 ആണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഈ എ ഓർ ബി ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒന്നും കൂടെ നമുക്ക് അറിയുന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോ ഡബിൾ ക്രൈറ്റീരിയ സ്കിറ്റോവസ്കി ആണ് ഡെവലപ്പ് ചെയ്താന്ന് നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. കാൾഡർ ഹിക്സ് ഡബിൾ ക്രൈറ്റീരിയ. അപ്പം A3 മാച്ച് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ മാത്രമാണ്. നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം. നോക്കിക്കേ, 2 എണ്ണം മാത്രമേ നമുക്ക് അറിയാമായിരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. സപ്പോസ് നമ്മൾ പക്ഷെ ആൻസറിലോട്ട് എത്തി, ഓപ്ഷൻ ബി ആണ് എന്നുള്ളതിലോട്ട് അല്ലെ. അപ്പം ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാല് ഒരു കണക്കിന് പറഞ്ഞാല് നമുക്ക് ആശ്വാസമാണ്. കാരണം ഏതെങ്കിലും 1 2 അറിഞ്ഞാൽ മതി. ബാക്കി നോക്കിക്കഴിഞ്ഞാല് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷന് നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? ബെർഗ്സൺ ക്രൈറ്റീരിയ ആയിട്ട് മാച്ച് ചെയ്യാം. കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ കാൾഡർ ഹിക്സ് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ ബി നമുക്ക് 4 ആയിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, അപ്പം ഡബിൾ കാൾഡർ ഹിക്സ് ക്രൈറ്റീരിയൻ ഡെവലപ്പ് ചെയ്തത് സ്കിറ്റോവസ്കി ആണ്, പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. സ്കിറ്റോവസ്കിയുടെ ഡബിൾ പാരഡോക്സ് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ബെർഗ്സൺ ആണ്. കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ കാൾഡർ ഹിക്സ് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ പഠിച്ചു. ദെൻ ആരോന്റെ ഇമ്പോസിബിലിറ്റി തിയറവുമാണ് ഉള്ളത്. അപ്പൊ ഇതിൽ ഓരോന്നും എന്താന്നുള്ളത് വെൽഫെയർ എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള ക്ലാസ്സുകളിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. ബേസിക് ആയിട്ടുള്ള വെൽഫെയർ തിയറീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് പഠിക്കും? കാൾഡർ ഹിക്സ് ക്രൈറ്റീരിയ പഠിക്കും. കാൾഡർ ഹിക്സ് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ, അതായത് അവിടെ ഗെയിനറിന്റെയും അതേപോലെ തന്നെ ലൂസറിന്റെയും പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പറയുന്നതാണ് കാൾഡർ ഹിക്സ് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരു സിറ്റുവേഷൻ അതെങ്ങനെ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വെൽഫെയർ ഇംപ്രൂവിങ് ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ വെൽഫെയർ ഉണ്ടാകുന്ന ഒരാൾ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്ന ഒരാൾക്ക്, ഒരു ഇൻഡിവിജ്വലിന് ലോസ് സംഭവിക്കുന്ന അടുത്ത ഇൻഡിവിജ്വലിനെ പ്രോഫിറ്റബിളി കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ വെൽഫെയർ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാം എന്ന് പറയുന്നതാണ് കാൾഡർ ഹിക്സ് ക്രൈറ്റീരിയ. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ലൂസേഴ്സിന് ഗെയിനേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യരുത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നതാണ് കാൾഡർ ഹിക്സ് പ്രിൻസിപ്പിൾ. പിന്നെ അതേപോലെ സ്കിറ്റോവസ്കി ഡബിൾ പാരഡോക്സ്, അതിനകത്ത് ഈ കോമ്പൻസേഷൻ പ്രിൻസിപ്പിളിലുള്ള ചില പോരായ്മകൾ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നതാണ് സ്കിറ്റോവസ്കി ഡബിൾ പാരഡോക്സ്. അതിൽ പറയുന്നത് 2 പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുകൾ തമ്മിൽ എന്താ പറയാ ടാൻജന്റ് അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് ഇന്റർസെക്ട് ചെയ്ത് പോകരുത് എന്ന് പറയുന്നതാണ് സ്കിറ്റോവസ്കി പാരഡോക്സിൽ പറയുന്നത്, അതിന്റെ തിയറി പെർസ്പെക്റ്റീവ് ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ബെർഗ്സൺ ക്രൈറ്റീരിയ,
സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് ഒക്കെ വെച്ചിട്ട് പറയുന്നതാണ് ആ ക്രൈറ്റീരിയ വരുന്നത്. ജസ്റ്റ് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് റിക്കലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം ഒരു സോഷ്യൽ ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇമ്പോസിബിലിറ്റി തിയറം. ഒരു സോഷ്യൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഡിസിഷനെ കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും എല്ലാ രീതിയിലുമുള്ള ഡിസിഷൻസും പരിഗണിച്ചുകൊണ്ട് നമുക്കൊരു സോഷ്യൽ ഡിസിഷൻ എടുക്കാൻ, ഒരു യൂണിവേഴ്സൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു കണ്ടീഷൻ അവിടെ വയലേറ്റ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. കുറച്ച് കണ്ടീഷൻസ് ആരോ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഒരു സോഷ്യൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് വയലേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇമ്പോസിബിലിറ്റി തിയറത്തിൽ പറയുന്നത്. അത് തിയറി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ ലഭ്യമാണ്. ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നതുകൊണ്ട് അത് സൂചിപ്പിച്ചൊന്നു മാത്രം. Next one, the oligopoly model in which the businessman assumes that his competitors' output are fixed and simultaneously decide how much to produce is option A, Cournot oligopoly model, option B, Stackelberg oligopoly model, option C, Chamberlain's oligopoly model, and option D, Bertrand oligopoly model. Okay, ഇവിടെ right answer is Cournot oligopoly model. അപ്പം oligopoly മോഡൽസിൽ തന്നെ ഒരുപാട് മോഡൽസ് ഇക്വിലിബ്രിയം ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കുർണോട്ട് മോഡൽ, സ്റ്റാക്കൽബർഗ് മോഡൽ, ചാംബർലിൻ മോഡൽ, ബർട്രാൻഡ് മോഡൽ, അതേപോലെ സ്വീസിയുടെ ഒരു കിങ്ക്ഡ് ഡിമാൻഡ് കർവ് മോഡൽ ഉണ്ട്. ഇതൊക്കെ ഒളിഗോപ്പൊളി ഡിയോപ്പൊളി മോഡൽസ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് the businessman assumes that his competitors' output are fixed. അപ്പൊ കോമ്പറ്റീറ്ററിന്റെ മീൻസ് റൈവൽ ഫേം അവരുടെ ഔട്ട്പുട്ട്, അവർ ഉത്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ട് ഫിക്സഡ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തും എന്ന് അസ്യൂം ചെയ്തിട്ട് ബാക്കി മാർക്കറ്റ് അവർ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന റിമൈനിങ് ആയിട്ടുള്ള മാർക്കറ്റ് എത്രയാണോ അതിന്റെ ഹാഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആര്, ഈ ഒരു ഫേം. അങ്ങനെ പോകുന്ന മോഡലാണ്, പറഞ്ഞു പോകുന്ന മോഡലാണ് കുർണോട്ട് ഒളിഗോപ്പൊളി മോഡൽ. ബർട്രാൻഡ് മോഡലൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ്, അവിടെ പ്രൈസ് ആണ്, അല്ലെങ്കിൽ റൈവൽ ഫേം അവരുടെ പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കും എന്നാണ് അവിടെയൊക്കെ പറയുന്നത്. അപ്പം കുർണോട്ട് മോഡലിലാണ് ഔട്ട്പുട്ട് റൈവൽ ഫേം കോൺസ്റ്റന്റ് ആക്കി വെക്കും എന്ന് പറയുന്ന ഒരു മോഡൽ. അപ്പൊ പിന്നെ അതേപോലെ കുർണോട്ട് മോഡലിന്റെ സവിശേഷതകൾ യൂഷ്വലി ക്വസ്റ്റ്യനിൽ ചോദിച്ചു കാണാറുള്ള മറ്റ് പ്രത്യേകതകളാണ്. കുർണോട്ട് ഒളിഗോപ്പൊളി മോഡലില് 2 ഫേംസ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അല്ലെ. ഈ 2 ഫേംസും കൂടെ ടോട്ടൽ മാർക്കറ്റിന്റെ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതേപോലെ ഒരു സിംഗിൾ ഫേം ടോട്ടൽ മാർക്കറ്റിന്റെ എത്ര ഔട്ട്പുട്ട് ആണ് ഉത്പാദിപ്പിക്കുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അതും കൂടെ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ മൈൻഡിലോട്ട് കൊണ്ടുവരിക കേട്ടോ. ഒരു മാർക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോട്ടൽ മാർക്കറ്റിന്റെ 1/3 ആയിരിക്കും. 2 ഫേമും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോട്ടൽ മാർക്കറ്റിന്റെ 2/3 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർക്കുക, എങ്ങനെയായിരുന്നു ആ ഗ്രാഫ് ഒക്കെ വരുന്നുള്ളത്. The last question, Arrow's impossibility theorem implies, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പം തന്ന ഈ 5ാമത്തെ ക്വസ്റ്റ്യനും ഈ തന്നിരിക്കുന്ന മാച്ച് ദ ഫോളോയിങ്. മനസ്സിലല്ലേ? അപ്പൊ റിപ്പീറ്റ് ചെയ്ത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിക്കുന്നുണ്ട് എന്നർത്ഥം. ഇനി Arrow's impossibility theorem implies A, any social decision rule should not violate the requirement of rational choice. Option B, any social decision rule must violate at least one of the requirements of rational choice. Option C, any social decision rule must violate all the requirements of rational choice. And option D, it is impossible to violate social decision rule.
കൂടുതലൊന്നും പറയാനില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. എനി സോഷ്യൽ ഡിസിഷൻ റൂൾ മസ്റ്റ് വയലേറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ റിക്വയർമെന്റ്സ് ഓഫ് റാഷണൽ ചോയ്സ്. അപ്പം ആരോസ് ഇമ്പോസിബിലിറ്റി തിയറത്തില് in all cases where preferences are ranked, it is impossible to formulate a social ordering without violating one of the following conditions. അപ്പം ഏതെങ്കിലും അദ്ദേഹം കുറച്ച് കണ്ടീഷൻസ്, ഒരു സോഷ്യൽ ഡിസിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോൺ ഡിക്റ്റേറ്റർഷിപ്പ്, then പാരറ്റീവ് എഫിഷ്യൻസി, ഇൻഡിപെൻഡൻസ് ഓഫ് irrelevant alternatives, unrestricted domain and social ordering. ഇത്രയും ക്രൈറ്റീരിയാസ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ക്രൈറ്റീരിയാസിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും മിനിമം ഏതെങ്കിലും ഒന്നെങ്കിലും ഒരു കണ്ടീഷൻ എങ്കിലും വയലേറ്റ് ചെയ്യപ്പെടും ഒരു ഡിസിഷൻ, ഒരു സോഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ എന്നുള്ളതാണ് ആരോസ് ഇമ്പോസിബിലിറ്റി തിയറത്തിൽ പറയുന്നത്. നോൺ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാല് the wishes of multiple voters should be taken into consideration. അതായത് ആരുടെയും ഒരു പരമാധികാരമല്ല അവിടെ. എല്ലാ ഒരു സോഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ എല്ലാ വോട്ടേഴ്സിന്റെയും ഒപ്പീനിയൻ അവിടെ കൺസിഡർ ചെയ്യണം. പാരറ്റീവ് എഫിഷ്യൻസി മീൻസ് unanimous individual preferences must be respected. If every voter prefers candidate A over candidate B, candidate A should win. അപ്പൊ ഇവിടെ പാരറ്റീവ് എഫിഷ്യൻസി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ ഇഫ് എ ചോയ്സ് ഇസ് റിമൂവ്ഡ് then the others order should not change. If candidate A ranks ahead of candidate B, candidate A should still be ahead of candidate B even if a third candidate C is removed from participation. Then unrestricted domain, voting must account for all individual preferences. എല്ലാ ഇൻഡിവിജ്വൽ പ്രിഫറൻസിന്റെയും അക്കോർഡിംഗ് ആയിരിക്കണം ഡിസിഷൻ എടുക്കേണ്ടത്, സോഷ്യൽ ഡിസിഷൻ. Then each individual should be able to order the choices in any way and indicate choice. ഇതാണ് മെയിൻ ആയിട്ടുള്ള ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം പ്രകാരമുള്ള കണ്ടീഷൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഏത് സോഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോഴും അവിടെ വയലേറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നെറ്റിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പൊ ബാക്കി നമ്മുടെ ആപ്പിൽ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓൾമോസ്റ്റ് എല്ലാ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ വരെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ 5-10 വർഷത്തെ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ സെഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതേപോലെ 5 ക്വസ്റ്റ്യൻസ് അല്ല പറയുന്നത്, എല്ലാ ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആൻഡ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു സെഷൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.